തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ വൃദ്ധൻ മരിച്ചു. വർക്കല സ്വദേശി രാഘവനാണ് മരിച്ചത്. വിവരങ്ങൾ നൽകാൻ ജീവൻ ചേരുകയാണ്. ജീവൻ, ഉച്ചയോടുകൂടി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകിയോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, ഇന്ന് രാവിലെ 6:30 90 വയസ്സുള്ള രാഘവൻ എന്ന വൃദ്ധനെ തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത്. വർക്കല മുണ്ടയിൽ അങ്കനവാടിക്ക് സമീപമുള്ള ചാരുവിള പുത്തൻ വീട്ടിൽ രാഘവനെ ഇന്ന് രാവിലെ 6:30 കൂട്ടമായെത്തിയ തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവാണ് മുഖത്ത് സംഭവിച്ചത്. ഒന്ന് മുഖത്ത് മൂക്ക് പൂർണ്ണമായും നായ്ക്കൾ കടിച്ചെടുത്തു. പുറത്തും കഴുത്തിലും കയ്യിലും ഗുരുതരമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത്. നിലവിളി കേട്ട് എത്തിയ പ്രദേശവാസികളും ബന്ധുക്കളും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം വർക്കലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകിയതിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ എത്തിയ ഉടൻ തന്നെ ഒരു സർജറി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വിദഗ്ധമായ പരിചരണത്തിന് പോലും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായില്ല എന്നതാണ് വസ്തുത. പ്രദേശത്ത് സമാനമായ രൂപത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നതായി പ്രദേശവാസികൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതകൾ ഏറെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് രാഘവൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് തെരുവ് നായ്ക്കളുടെ ആക്രമണം ചെറുക്കാൻ തീരുമാനിച്ചില്ല. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നേരത്തെ വർക്കല വിഴിഞ്ഞത്ത് ശിലുവമ്മ എന്ന വൃദ്ധ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1.5 ആഴ്ചകൾക്ക് മുമ്പാണ് 13 വയസ്സുകാരിയായ ഒരു കുട്ടിയെ പേ പിടിച്ച നായ്ക്കൾ ആക്രമിച്ച് നായുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത് ഉണ്ടാവുന്ന മൂന്നാമത്തെ തെരുവ് നായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ആളാണ് രാഘവൻ. ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായുടെ കടിയേറ്റ ഗുരുതരാവസ്ഥയിലായിരുന്ന വൃദ്ധൻ മരിച്ചിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് പറമ്പിൽ ബസാറിൽ 2.5 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കേരളത്തെ തെരുവുനായ മുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് KT ജലീൽ പറഞ്ഞു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു തെരുവുനായ മുക്ത സംസ്ഥാനമാക്കി, സ്ട്രേ ഡോഗ്സ് മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് വരുന്ന 5 വർഷം കൊണ്ട് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികളെയും നായ്ക്കളെയും വളർത്തുന്നതിന് ഒരു ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ മുഴുവൻ വന്ധീകരണം നടത്തി ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ഓരോ ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി അവിടെ പുനരധിവസിപ്പിക്കണം എന്നാണ് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. ശ്രീമതി മേനകാ ഗാന്ധി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ, ഇവിടുത്തെ അവസ്ഥകൾ അതറിയാതെയാകും ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. മറ്റൊരു വാർത്തയിലേക്ക്. മധ്യ കേരളത്തിലെ പൂരം നടത്തിപ്പുമായി സഹകരിക്കില്ലെന്ന് വെടിക്കെട്ട് ലൈസൻസുകൾ. വെടിക്കെട്ടിനുള്ള മാനദണ്ഡം നടപ്പാക്കാതെ പൂരങ്ങളുമായി സഹകരിക്കില്ലെന്നും വെടിക്കെട്ട് ലൈസൻസുകൾ വ്യക്തമാക്കി. തൃശൂർ പൂരം വെടിക്കെട്ടുകാരുടെ ലൈസൻസുകൾ റദ്ദാക്കിയതിനു പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങൾ ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പൂരത്തിൽ നിന്ന് പിന്മാറുന്നതായി സൂചനകൾ നൽകിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? അഞ്ജു, തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന നിരോധിത രാസവസ്തു ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിനെ തുടർന്നാണ് ലൈസൻസിംഗ് അതോറിറ്റിയായ ADM തൃശൂർ പൂരം നടത്തിപ്പിന്റെ ഇരു വിഭാഗങ്ങളുടെയും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടത്തിപ്പുകാരുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്തത്. എന്നാൽ ഈ ഒരു തീരുമാനത്തിന് എതിരെയാണ് ഇപ്പോൾ ഫയർ വർക്കേഴ്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പ്രത്യേക യോഗം ചേർന്ന് മധ്യ കേരളത്തിലെ പൂര സംഘാടകരുമായി സഹകരിക്കേണ്ട എന്നൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൂരം സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ആവശ്യാനുസരണം തങ്ങൾ ഒരുക്കുകയും ക്രമീകരണം നടത്തുകയും അവർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വെടിമരുന്നുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ യാതൊരു തരത്തിലുള്ള പിന്തുണയും
പൂര കമ്മിറ്റികളിൽ നിന്നോ മറ്റ് അനുബന്ധ കമ്മിറ്റികളിൽ നിന്നോ ഉണ്ടാകുന്നില്ല. ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കൃത്യമായ നിബന്ധനകൾ ഉണ്ടാക്കണം. പൂര കമ്മിറ്റികളും സർക്കാരും മറ്റ് എക്സ്പ്ലോസീവ് വകുപ്പുകളും എല്ലാം തന്നെ കൂടിയാലോചിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കാം, എവിടെയെല്ലാം ഫയർ ഡിസ്പ്ലേകൾ അനുവദിക്കാം, എത്ര ദൂരപരിധി സൂക്ഷിക്കാം, എത്ര വെടിമരുന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്ന തരത്തിലെല്ലാം തന്നെ കൃത്യമായ വട്ടങ്ങൾ ഒരുക്കുകയും അത്തരത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അവ തങ്ങൾക്ക് നേരിട്ട് രേഖാമൂലം അറിയിക്കുകയും ചെയ്യുന്നത് വരെ ഇനി മധ്യ കേരളത്തിലെ ഒരു പൂരവുമായും സഹകരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ഫയർ വർക്കേഴ്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നവംബർ മുതലാണ് മധ്യ കേരളത്തിലെ പൂരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി ഏകദേശം 1000-ലധികം പൂരങ്ങൾക്കാണ് നവംബർ മാസം മുതൽ തുടക്കം കുറിക്കാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിക്കെട്ട് ലൈസൻസുകൾ ഇപ്പോൾ പൂരം സംഘാടകരുമായി സഹകരിക്കില്ല, വെടിക്കെട്ട് പൂർണ്ണമായും നിർത്തിവെക്കും എന്നടക്കമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് പൂര കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. ചർച്ചകളിലൂടെ പ്രത്യേകിച്ച് നിബന്ധനകൾ ഉണ്ടായി തങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടികൾ ഉറപ്പാക്കിയ ശേഷം മാത്രമാവും ഇനി വെടിമരുന്ന് നിർമ്മാണത്തിനായി മുമ്പോട്ട് വരിക എന്നാണ് ഇപ്പോൾ അസോസിയേഷൻ അറിയിക്കുന്നത്. ശരി, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ തുലാമഴ ചതിച്ചാൽ ഇത്തവണ സംസ്ഥാനം ഇരുട്ടിലാകും. ഡാമിൽ അവശേഷിക്കുന്നത് 106 ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ജലം മാത്രമാണ്. തുലാമഴയുടെ കുറവും വേനൽക്കാലത്തെ ചൂടും ഇക്കുറി സംസ്ഥാനത്തെ ഇരുട്ടിലാക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കിയിൽ 959 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതിദിനം 9 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റം പവർ ഹൌസിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതേ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ ഫെബ്രുവരി 5-ാം തീയതിയോടെ വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കും. പിന്നീട് വരുന്ന വേനൽക്കാലത്തും സ്ഥിതി വഷളാകും. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയോ വൈദ്യുതി നിയന്ത്രണം വരുത്തുവാൻ സംസ്ഥാനം നിർബന്ധിതമാവുകയോ ചെയ്യും. ഞായറാഴ്ച 2348.56 ആണ് ഡാമിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2362.04 ആയിരുന്നു ജലനിരപ്പ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനം അതിരൂക്ഷമായ വരൾച്ചയെയാണ് നേരിടാൻ പോകുന്നതെന്ന് ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ്. മഴ ചതിച്ചതിനെ തുടർന്ന് ഗുരുതരമായ ജലദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1258.5 ദശലക്ഷം ലിറ്റർ കുടിവെള്ളം മീറ്റർ ചെയ്യപ്പെടുന്നില്ലെന്നും മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. ഇത്തവണ മഴയിലുണ്ടായ വലിയ കുറവ് പ്രതികൂലമായാണ് സംസ്ഥാനത്തെ ബാധിച്ചത്. ഈ സാഹചര്യത്തിൽ രൂക്ഷമായ വരൾച്ചയെയാണ് കേരളം നേരിടാൻ പോകുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. മഴ ചതിച്ചതിനെ തുടർന്ന് ഗുരുതരമായ ജലദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നതെന്നും മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. നിലവിലുള്ള ജലസ്രോതസ്സുകളിലെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനും ജലസംരക്ഷണത്തിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ജലത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ തോടുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഡേറ്റാ ബാങ്ക് രൂപപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. തോടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് സാർ. അതുകൊണ്ട് തോടുകളിലെ, നദികളിലെയും പുഴകളിലെയും എല്ലാം ജലസാന്നിധ്യം ഉറപ്പാക്കാൻ തക്കവണ്ണമുള്ള ജനകീയ പങ്കാളിത്തമുള്ള പദ്ധതികൾ ഹരിത കേരളം മിഷന് ഉന്നം വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ആവശ്യമായി, നാടിൻ്റെ ഒരു ആവശ്യമായി തന്നെ നാം കരുതി കൂട്ടായ പ്രവർത്തനങ്ങൾ, യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാനത്ത് പമ്പ് ചെയ്യപ്പെടുന്ന കുടിവെള്ളത്തിൽ 50% മാത്രമാണ് മീറ്റർ ചെയ്യപ്പെടുന്നത്. പ്രതിദിനം 1258.5 ദശലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് മീറ്റർ ചെയ്യപ്പെടാതെ പോകുന്നതെന്ന് മന്ത്രി മാത്യു ടി തോമസ് റോഷി അഗസ്റ്റിന് മറുപടിയായി സഭയെ രേഖാമൂലം അറിയിച്ചു. ചോർച്ച, പൈപ്പുകളുടെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ച, ജലമോഷണം, മണ്ണിനടിയിൽ നിന്നുള്ള അറിയപ്പെടാത്ത ലീക്കുകൾ എന്നിവയാണ് ഇതിന് കാരണം. പ്രതിദിനം 2517 ദശലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് പമ്പ് ചെയ്യുന്നതെന്നും മന്ത്രി അറിയിച്ചു. നദീജല കരാറുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതായും ജലനയം സർക്കാർ പുതുക്കുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.